TVക്ക് അധികാരത്തിൽ വരുന്നു. പിന്നെ ബംഗാളിൽ മമതാ ബാനർജി അധികാരത്തിൽ വരത്തില്ല, അവിടെ നരേന്ദ്രമോദിയാണ് അധികാരത്തിൽ വരുന്നു എന്ന് പറയുന്നു. അതും വലിയ മാർജിനിൽ വരുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ നമ്മൾ വിശ്വസിച്ചിട്ട് ഇവിടെ കേരളത്തിൽ UDF അധികാരത്തിൽ വരണം എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ തൽക്കാലം സൗകര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും 76 സീറ്റുകൾ മിനിമം LDF കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം. അതിനൊരൊറ്റ ടേക്ക് അവേ മാത്രമേ ഉള്ളൂ. അത് അതാത് മണ്ഡലങ്ങളിലെ ജനപ്രിയ MLA മാർ, ആ ജനപ്രിയ MLA മാർ LDF-നെതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മടുപ്പുണ്ടെങ്കിൽ അതിനെ മറികടക്കും എന്നുള്ളതാണ്. 76 അതാണ് എന്റെ ടേക്ക് ഈ വിഷയത്തിൽ. സർക്കാരിനെതിരെ ഒരു ആന്റി ഇൻക്യുംബൻസി, സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, മൈനോറിറ്റി കൺസോൾട്ടേഷൻ നടന്നാൽ പോലും അത് ബാധിക്കുന്ന മണ്ഡലങ്ങൾ മലബാറിലെ മണ്ഡലങ്ങളാണ്. അത് ഓൾമോസ്റ്റ് എല്ലാം തന്നെ കോൺഗ്രസിന്റെ കയ്യിലിരിക്കുന്ന മണ്ഡലങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് വലിയ രീതിയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സർക്കാർ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നേതാക്കന്മാരോട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് അത്ര വലിയ കോൺഫിഡൻസ് ഒന്നും ഇപ്പൊ കാണുന്നില്ല എന്നുള്ളതാണ്. ആദ്യത്തെ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഇപ്പോൾ പല നേതാക്കന്മാരോട് ചോദിക്കുന്ന സമയത്ത് പറയുന്നത് നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ എന്നുള്ള നിലയിലേക്ക് കേരളത്തിന്റെ മാറിയ രാഷ്ട്രീയ ചിത്രം പറഞ്ഞതാണ്. 2001 ആവർത്തിക്കാനുള്ള സാധ്യത വളരെ വിരളമാണെന്ന് പറയാനുള്ള കാര്യം UDF-ന് അത്രമേൽ അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം 2008 ശേഷം കേരളത്തിൽ ഇല്ല. ടൈറ്റ് ഫൈറ്റ് ആണ് നടന്നിരിക്കുന്നത്. ഈസി വാക്ക് ഓവർ അല്ല എന്നുള്ളതാണ്. ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു ഫോട്ടോ ഫിനിഷിലായിരിക്കും കേരളത്തിലെ ജനവിധി നിർണ്ണയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഫോട്ടോ ഫിനിഷിലായിരിക്കും. അപ്പോൾ ചുരുക്കത്തിൽ ഒരു തരംഗം, ഭരണവിരുദ്ധ തരംഗം എന്ന ആർഗ്യുമെന്റ് നിലനിൽക്കില്ല. അതുകൊണ്ട് തന്നെ അത്ര വലിയ 100 സീറ്റ് എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് അവിടെ നിൽക്കില്ല. 100 എന്നുള്ളത് UDF-ന്റെ അമിതാത്മവിശ്വാസമാണ് എന്നുള്ളതാണ് എന്റെ ഈ വിഷയത്തിലെ ടേക്ക്. എന്നാൽ LDF-ന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു എഡ്ജ് ഇപ്പോഴും ബാക്കി നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. UDF കരുതുന്നത് പോലെ ഒരു വലിയ 3 കാര്യങ്ങൾ, UDF പറയുന്നത് പോലെ ഒരു വലിയ തരംഗം കേരളം ഒന്നാകെയില്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ 5 ജില്ലകൾ, ഈ 5 ജില്ലകളിൽ ഏതൊക്കെ സീറ്റ് ഇടതുപക്ഷത്തിന് കിട്ടുന്നു ഞാൻ പറഞ്ഞുതരാം. ക്ലീൻ സ്വീപ്പ് പറഞ്ഞ ഈ 5 ജില്ലകളിൽ ക്ലീൻ സ്വീപ്പ് ഇല്ല എന്നും ആ സീറ്റ് ഏതൊക്കെ കിട്ടുമെന്നും നമുക്ക് പറഞ്ഞുതരാം. തിരുവനന്തപുരം മണ്ഡലമല്ലോ, തിരുവനന്തപുരം മണ്ഡലം 7 സീറ്റ് വരെ, തിരുവനന്തപുരം ജില്ല 7 സീറ്റ് വരെ UDF പിടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 7 സീറ്റ് ഒന്ന് എണ്ണി കാണിച്ചാൽ മതി, ഏത് സീറ്റാണ് തിരുവനന്തപുരത്ത് 7 സീറ്റ് പിടിക്കുക എന്നുള്ളത്. എറണാകുളം ജില്ല തൂത്തുവാരും എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് കളമശ്ശേരിൻ്റെ അവസ്ഥ ദൈവത്തിനാൻ അറിയാം, കൊച്ചിയുടെ അവസ്ഥ ദൈവത്തിനാൻ അറിയാം, മറ്റേ വൈപ്പിന്റെ അവസ്ഥ ഒരു ഐഡിയ ഇല്ല. യഥാർത്ഥത്തിൽ 10 വർഷം ഒരു സർക്കാർ ഭരിക്കുമ്പോൾ ആ സർക്കാരിന്റെ കുറിച്ച് ജനങ്ങൾക്കുണ്ടാവാവുന്ന ഒരുതരം മടുപ്പ്, നമ്മളതിനെ ഫറ്റീഗ് എന്നാണ് പറയുക, ഒരുതരം ക്ഷീണം, അങ്ങനെ ഒരു ഫറ്റീഗ് വോട്ടർമാരിൽ ഉണ്ടായി എന്നതിനും അപ്പുറത്തേക്ക് അത് ശക്തമായ ഭരണവിരുദ്ധ വികാരമാക്കാൻ പറ്റിയതൊന്നും ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നില്ല.